ആലപ്പുഴയിൽ 192 പേരുടെ ലിസ്റ്റിന്റെ വലിപ്പത്തിൽ 2ാം സ്ഥാനമായിരുന്നു. 103 നിയമനങ്ങൾ നടന്നിരിക്കുന്നു. ഇടുക്കിയിൽ 286 പേരുടെ ലിസ്റ്റാണ്, 11ാം സ്ഥാനത്തായിരുന്നു. 42 നിയമനങ്ങൾ 7/10/2023 വരെ വന്നിരിക്കുന്നു. ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. UPSC നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. നിങ്ങളൊക്കെ പ്രതീക്ഷയോടെ കാത്തിരുന്ന നോട്ടിഫിക്കേഷനാണിത്. ഈ അധ്യാപക തസ്തികയിലേക്ക് അപേക്ഷ അയക്കുമ്പോൾ നിങ്ങളെ വലയ്ക്കുന്ന ഒരു ചോദ്യം ഏത് ജില്ലയിൽ അപേക്ഷിക്കണമെന്നതാണ്. മിക്കവാറും ഉദ്യോഗാർത്ഥികളിൽ ഇതിനെ സംബന്ധിച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. എനിക്ക് എൻ്റെ സ്വന്തം ജില്ല മതി, ഞാൻ റിസ്ക് എടുക്കുന്നില്ല എന്ന് കരുതുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തം ജില്ലയിൽ അപേക്ഷിച്ചാൽ മതിയാകും. കാരണം അവർ കണക്കാക്കുന്നത് പിന്നീട് ജോലി കിട്ടിപ്പോയി കഴിഞ്ഞാൽ 5 വർഷം ഒരു അന്യ ജില്ലയിൽ കഴിയണം. 5 വർഷത്തിന് ശേഷം പിന്നെ ടേൺ ഉണ്ടാകുന്നതിനനുസരിച്ച് മാത്രമേ ഇങ്ങോട്ട് വരാൻ കഴിയൂ. സ്വന്തം ജില്ലയിലെത്തിയാൽ താൻ അവിടെ ജൂനിയറായി പോകുന്നു, പ്രൊമോഷനൊന്നും തന്നെ പരിഗണിക്കാത്തൊരവസ്ഥ വരും. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ പരിഗണിക്കുമ്പോൾ മിക്കവാറും ആളുകൾ സ്വന്തം ജില്ല തന്നെ മതി എന്നൊരു തീരുമാനമാണ് എടുക്കുക. പക്ഷെ ചിലരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ സമുദായത്തിന് പ്രാതിനിധ്യമില്ലാത്ത ജില്ലകൾ തിരഞ്ഞെടുത്താലോ അല്പം കോമ്പറ്റീഷൻ കുറവായ ജില്ലകൾ തിരഞ്ഞെടുത്താലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ചിലരാകട്ടെ കോമ്പറ്റീഷനെയല്ല പേടിക്കുന്നത്, കൂടുതൽ നിയമനം നടക്കുന്ന ജില്ലകൾ തിരഞ്ഞെടുത്താൽ അവിടെ റൊട്ടേഷനിൽ തൻ്റെ സ്ഥാനം അവിടെ ചാൻസ് ലഭിക്കുമല്ലോ എന്നോർത്ത് അപേക്ഷ അയക്കുന്നവരുമുണ്ട്. അവിടെ നിങ്ങൾ ജില്ല തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും മനോഭാവത്തിനനുസരിച്ചാണ്. ഒരാളുടെ മനോഭാവമായിരിക്കില്ല മറ്റൊരാൾക്ക്. ഇവിടെ എനിക്ക് നിങ്ങൾക്ക് ചെയ്തു തരാൻ കഴിയുന്ന കാര്യമെന്ന് പറയുന്നത് ഇപ്പോഴുള്ള ഓരോ ജില്ലയിലെയും നിയമന സാധ്യതകളെ ഒന്ന് പരിഗണിക്കുക എന്നത് മാത്രമാണ്. തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ്. നോക്കൂ, നമ്മളെപ്പോഴും നമ്മളെ സംബന്ധിക്കുന്ന സാധ്യതകൾ വിലയിരുത്തുമ്പോൾ 100 പേരടങ്ങുന്ന ഒരു റൊട്ടേഷൻ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. ഒരു റൊട്ടേഷനിൽ 100 നിയമനങ്ങളിൽ 40 നിയമനം ജനറൽ കാറ്റഗറി എന്ന് പറയുമ്പോൾ ഈ 40 നിയമനങ്ങളിൽ ഒരു വ്യത്യാസവുമില്ല. ജാതി മത ഭേദ ലിംഗ വ്യത്യാസമില്ലാതെ എല്ലാവരെയും പരിഗണിക്കുന്ന 40 ടേണുകൾ മാത്രമേ ഉള്ളൂ. ബാക്കി ടേണുകൾ EWSന് 10, ഈഴവ 14, മുസ്ലിം 12, SC 8, ST 2, OBC 3, LCAI 4, വിശ്വകർമ്മ 3, SIUC നാടാർ 1, ഹിന്ദു നാടാർ 1, ധീവര 1, OX SSCC 1. ഇങ്ങനെ ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അവിടെ ഒരു EWS സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അവർക്ക് ഈ 40% മത്സരിക്കാം. EWSനെ സംബന്ധിക്കുന്ന 10% അവർക്ക് വേണ്ടി മാത്രം പരിഗണിക്കപ്പെടും. അതുപോലെ തന്നെയാണ് ഈ കമ്മ്യൂണിറ്റികളുടെ എല്ലാം അവസ്ഥ. നമുക്കറിയാം, നമ്മുടെ UPSC ലിസ്റ്റ് 10/10/2022 നിലവിൽ വന്നത്. സ്വാഭാവികമായി ഈ ലിസ്റ്റ് എക്സോസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ അവസാനിക്കേണ്ട തീയതി 9/10/2025 മിഡ് നൈറ്റാണ്. മിഡ് നൈറ്റിലാണ് ഇത് ക്യാൻസൽ ആകേണ്ടത്. ഇവിടെ ജില്ലാതല നിയമനങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെ നമുക്ക് ജില്ലകളെ ഒന്ന് വിലയിരുത്താം. തിരുവനന്തപുരം ജില്ലയിൽ 385 പേരുടെ ഒരു മെയിൻ പട്ടിക. ഇത് പറയുമ്പോൾ ചിലർ നെറ്റ് വിളിക്കും 385 അല്ലല്ലോ, അതിൽ കൂടുതലുണ്ടല്ലോ എന്നൊക്കെ കരുതും. 385 ഞാൻ മുഖ്യ പട്ടികയുടെ കാര്യമാണ് പറയുന്നത്. 385 പേരുടെ മുഖ്യ പട്ടികയാണ് പ്രസിദ്ധീകരിച്ചത്. പട്ടികയുടെ വലിപ്പത്തിൽ 4ാം സ്ഥാനമായിരുന്നു. 261 നിയമനങ്ങൾ ഇതിനകം നടന്നിട്ടുണ്ട് 10/10/2023 വരെ. കൊല്ലം ജില്ലയിൽ 379 പേരുടെ പട്ടിക, 5ാം സ്ഥാനം. 106 നിയമനങ്ങൾ നടന്നിരിക്കുന്നു 18/10/2023 വരെ. പത്തനംതിട്ട ജില്ലയിൽ 142 പേർ മാത്രം അടങ്ങുന്ന ഒരു മുഖ്യ പട്ടിക. നമുക്കറിയാം, ഏറ്റവും ചെറിയ ലിസ്റ്റായിരുന്നു. സംസ്ഥാനത്തെ ജില്ലകളിൽ ഏറ്റവും ചെറിയ ലിസ്റ്റായിരുന്നു പത്തനംതിട്ടയിലേത്. അവിടെ 28 നിയമനങ്ങളാണ് ഇതുവരെ നടന്നിരിക്കുന്നത് 14/11/2023 വരെ. കോട്ടയത്ത് 143 പേരുടെ ലിസ്റ്റിന്റെ വലിപ്പത്തിൽ 13ാം സ്ഥാനം. ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ മുഖ്യ പട്ടികയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. 41 നിയമനങ്ങൾ നടന്നിരിക്കുന്നു. ആലപ്പുഴയിൽ 192 പേരുടെ ലിസ്റ്റിന്റെ വലിപ്പത്തിൽ 2ാം സ്ഥാനമായിരുന്നു. 103 നിയമനങ്ങൾ നടന്നിരിക്കുന്നു.
ഇടുക്കിയിൽ 286 പേരുടെ ലിസ്റ്റാണ്. 11ാം സ്ഥാനത്തായിരുന്നു. 42 നിയമനങ്ങൾ 7/10/2023 വരെ വന്നിരിക്കുന്നു. എറണാകുളം ജില്ലയിൽ 292, 10ാം സ്ഥാനം. 126 പേർക്ക് നിയമനം ലഭിച്ചിരിക്കുന്നു. തൃശൂർ ജില്ലയിൽ 292 പേരുടെ ഒരു മുഖ്യ പട്ടികയാണ് നിലവിൽ വന്നത്. 9ാം സ്ഥാനമായിരുന്നു. 162 നിയമനം ഇതിനകം നടന്നിരിക്കുന്നു. പാലക്കാടാകട്ടെ 430 പേരുടെ ലിസ്റ്റാണ്. ലിസ്റ്റിന്റെ വലിപ്പത്തിൽ മലപ്പുറം കഴിഞ്ഞാൽ 2ാം സ്ഥാനം. മലപ്പുറം വളരെ മുന്നിലായിരുന്നു. 970 പേരുടെ ലിസ്റ്റാണ്. അതിനുശേഷം 2ാം സ്ഥാനത്തുള്ള പാലക്കാട് ലഭിച്ചത് 430 ഓർക്കണം. 430, 2ാം സ്ഥാനം. 152 പേരുടെ നിയമന ശുപാർശ ചെയ്യപ്പെട്ടു. 9/11/2023 വരെ. മലപ്പുറത്ത് 970 പേരുടെ ലിസ്റ്റാണ്. പക്ഷേ ആ ലിസ്റ്റിന്റെ വലിപ്പത്തിനനുസരിച്ച് നിയമനം മലപ്പുറത്ത് നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നടന്നിട്ടില്ല. 265 നിയമനങ്ങളെ ഇതുവരെ നടന്നിട്ടുള്ളൂ. 26/9/2023 വരെ. കോഴിക്കോട് 301 പേരുടെ ലിസ്റ്റായിരുന്നു. 276 നിയമനങ്ങൾ. വയനാട് 298 പേരുടെ ലിസ്റ്റ്, 54 നിയമനങ്ങൾ. കണ്ണൂർ 294 പേരുടെ ലിസ്റ്റ്, 126 നിയമനങ്ങൾ. കാസർഗോഡ് 394 പേരുടെ ലിസ്റ്റ്, 284 നിയമനങ്ങൾ. കാസർഗോഡിനെ സംബന്ധിച്ച് അന്ന് ലിസ്റ്റിന്റെ വലിപ്പത്തിൽ 3ാം സ്ഥാനമായിരുന്നു. കാസർഗോഡ് കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ ഈ പ്രാവശ്യവും ലിസ്റ്റ് എക്സോസ്റ്റ് ചെയ്യാനുള്ള, ഇടയ്ക്ക് വെച്ച് തന്നെ ലിസ്റ്റ് തീർന്നു പോകാനുള്ള ഒരു പ്രവണത കാണിക്കുന്നുണ്ട്. അത് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച ഒരു ശുഭസൂചനയാണ്. അപ്പോൾ ജില്ലാ തലത്തിലെ വേക്കൻസികളെ പറ്റി ഞാൻ പറഞ്ഞു. ഇനി കട്ട് ഓഫ് ആണ്. കട്ട് ഓഫിന്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം, തിരുവനന്തപുരം 61 കട്ട് ഓഫ് വന്നു. കൊല്ലം 63.33, പത്തനംതിട്ട 55, കോട്ടയം 55.67, ആലപ്പുഴ 54.67, ഇടുക്കി 50.67, എറണാകുളം 61.33, തൃശ്ശൂർ 61.33, പാലക്കാട് 60.33, മലപ്പുറം 62, കോഴിക്കോട് 66, കണ്ണൂർ 65, വയനാട് 55.33, കാസർഗോഡ് 61.67. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം കട്ട് ഓഫ് ഏറ്റവും കൂടിയത് കോഴിക്കോടായിരുന്നു എന്ന കാര്യത്തിൽ നിങ്ങളെ സംബന്ധിച്ച് ഒരു സംശയവുമില്ല. കട്ട് ഓഫ് ഏറ്റവും കൂടിയ ജില്ല കോഴിക്കോടായിരുന്നു. പത്തനംതിട്ട ജില്ലയിൽ കോമ്പറ്റീഷൻ കുറഞ്ഞ ജില്ലയായിരുന്നു. അവിടെ നിയമനങ്ങളും കുറവാണ്. ആ കാര്യം കൂടി ഓർക്കണം. 55 കട്ട് ഓഫ് ആയി വന്നത്. സോറി, പത്തനംതിട്ട ജില്ലയല്ല. ഏറ്റവും കുറവ് കട്ട് ഓഫ് വന്ന ജില്ല ഇടുക്കിയായിരുന്നു. 50.67. പത്തനംതിട്ട ജില്ലയ്ക്ക് 55 കട്ട് ഓഫ്. ഇടുക്കി ജില്ലയ്ക്ക് 50.67 കട്ട് ഓഫ് വന്നത്. ഇവിടെ LPSAയുടെ കാര്യം പറയുമ്പോൾ അവിടെ കുറെ NCA ടേണുകൾ ഇങ്ങനെ മിച്ചം കിടക്കുന്നുണ്ടായിരുന്നു, കോമ്പൻസേറ്റ് ചെയ്യപ്പെടാനുള്ളത്. അതിലെ കോമ്പൻസേഷൻ വെച്ചുകൊണ്ട് ചില സമുദായങ്ങളുടെ സാധ്യതകളെ ഞാൻ വിലയിരുത്തുകയുണ്ടായി. പക്ഷേ UPSA സംബന്ധിച്ചിടത്തോളം NCA ടേണുകൾ ഒന്നും തന്നെ പെൻഡിങ്ങിലില്ല. അതുകൊണ്ട് തങ്ങളുടെ സമുദായത്തിൻ്റെ ടേൺ മറ്റൊരു സമുദായം കൊണ്ടുപോകുമെന്ന് ആരും പേടിക്കേണ്ട കാര്യമില്ല. ഇവിടെ വളരെ സുതാര്യമാണ്. നിങ്ങളുടെ ടേണുകൾ നിങ്ങൾക്ക് തന്നെ ലഭിക്കും. പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിയമന സാധ്യതകളും നിങ്ങളുടെ കൺവീനിയൻസും പരിഗണിച്ചുകൊണ്ട് നമ്മളിവിടെ അവലോകനം ചെയ്ത ജില്ലകളിൽ ഒന്നിനെ തിരഞ്ഞെടുക്കുക. ഏത് ജില്ല തിരഞ്ഞെടുത്താലും നന്നായി പഠിച്ചേ മതിയാവൂ. നമ്മെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസത്തോടെ കഠിനാധ്വാനത്തോടെയുള്ള പ്രവർത്തനം നമ്മളെ വിജയത്തിലെത്തിക്കുമെന്ന് തീർച്ചയാണ്. എല്ലാവർക്കും വിജയാശംസകൾ. ഗുഡ് ബൈ.